എവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം ഒന്ന് ചുറ്റിനും നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആലപ്പുഴയിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയോ എന്നുള്ള കാര്യം ഒരിടത്തുമല്ല. ഞങ്ങള് UAE തന്നെയാണ്. ഞങ്ങളിപ്പോ ഉള്ളത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഷാർജയില് കുവൈറ്റ് ഹോസ്പിറ്റലിന് അടുത്തായിട്ട് വരും. നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഏറ്റവും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മരത്തിന്റെ ചോട്ടിലേക്ക് നോക്കിയേ, ഒരു ഊഞ്ഞാല് കണ്ടോ? ഒരു പാടത്തിന്റെ നടുക്ക് ഒരു ഊഞ്ഞാല്, പാടത്ത് കുറെ കോഴികളും താറാവും. അങ്ങനെ നമുക്ക് നാട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സുന്ദരമായ കാഴ്ച ഇവിടെ UAE ഷാർജയിൽ ഞങ്ങൾ കണ്ടിങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മരുഭൂമി ഒരു സ്വർഗരാജ്യമാക്കി മാറ്റുകയാണ് ഈ ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയുടെ വില്ലയിലാണ് നമ്മളിപ്പോ ഉള്ളത്. സുധീഷ് ഗുരുവായൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യത്തിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടണ്ടേ? തീർച്ചയായിട്ടും. അപ്പോ ഇതാണ് സുധീഷ് ഗുരുവായൂർ. നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയൊരു കൺഗ്രാറ്റ്സ്. ഇത്രയും മനോഹരമായ ഒരു സംഭവം ഒരുക്കുന്നതിന്റെ പേരില് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഈ വില്ലാസിനിടയിൽ കൂടെ പോകുന്ന സമയത്ത് നോക്കുമായിരുന്നു, ഇവിടെ എങ്ങനെയാ വല്ല നമ്മളെ കളിപ്പിച്ചതാണോ, ഇനി ഇവിടെ പാടമൊന്നും കാണത്തില്ല. ചില ട്രോളിലൊക്കെ കാണുന്ന പോലെ ഇത് ഫോട്ടോഷോപ്പ് ആണോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചു വന്നത്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പൊ കാണുന്നുണ്ടാവും, നാട്ടില് നമ്മള് ഇത്രയും നന്നായിട്ട് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത നാട്ടിലെ സ്ഥലങ്ങൾ പോലും കുറവായിരിക്കും പാടവും കൃഷിയും. ശരിക്കും ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഒരു മുരിങ്ങമരത്തിന്റെ ചോട്ടിലാണ്. ഒന്ന് ആലോചിക്കും, ഇതുകൊണ്ട് നമ്മൾ എത്ര മുരിങ്ങല തോരനും ഒഴിച്ചുകറിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചുറ്റിനും നോക്കുകയാണെങ്കിൽ താറാവ് ഈ പാടത്തോട് ഓടുന്നു, കോഴികൾ ഓടുന്നു. ഇവിടെ ഒക്കെ അതെ ശരിക്കും നാട്ടിലെത്തിയിരിപ്പിൽ എങ്ങനെ ഈ ഒരു ഇൻട്രസ്റ്റ് വന്നത്? കൃഷിയോടുള്ള ഇൻട്രസ്റ്റ് 2000 മുതൽ എനിക്കുണ്ട് വന്നത്. ആക്ച്വലി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, പഠിച്ചത് ഇലക്ട്രിക്കൽ. പക്ഷെ ഇവിടെ വന്നിട്ട് കുടുംബം വന്നപ്പോൾ ചെറിയ കൃഷിയിലോട്ട് ഇറങ്ങാനായിട്ട് ഒരു ആശയം. പിന്നെ ഇവിടുത്തെ വരുന്ന പച്ചക്കറികൾ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷാംശമുള്ളത്. അപ്പൊ അതിന് കുറച്ചൊരു മോചനം നേടാന്നുള്ള ചെറിയ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കാന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയാണ് നമ്മൾ കുട്ടികൾക്ക്, ഇവിടെ ജനിച്ച കുട്ടികൾക്ക് പിന്നെ ഒരു നെല്ലിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ അവർ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുള്ളത് ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ അവർ അന്ന് തുടങ്ങിയ ഒരു ആശയമാണ് എനിക്ക് ചെയ്യാൻ. അപ്പൊ സമയം കിട്ടാറില്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ ഒഴിവാക്കിയിട്ട് 2 വയലുണ്ടാക്കിയായിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം അറിഞ്ഞു കാണും, ഞാറ് നടലാണ്. അവര് വന്ന് ഞാറ് നടലാണ്. 3 സ്കൂളുണ്ടായിരുന്നു. ഒരുപാട് ഭയങ്കര ത്രില്ലടിച്ചിട്ട് അവർ ചെയ്തിരുന്നു. കാരണം അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ഭയങ്കര വലിയാത്ത അനുഭവം എന്ന് പറഞ്ഞു. അവരുടെ പിന്നെ അവര് ഇനി ഇതിന്റെ വളർച്ചയ്ക്ക് 120 ഡേയ്സാണ് അതിന്റെ വളർച്ച ഉള്ളത്. ഉമ്മാന്നുള്ള നെൽവിത്താണ്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ വന്നിട്ട് അവർ കാണാനും, നമ്മുടെ മലയാളീസ് മാത്രമല്ല വിവിധ രാജ്യക്കാരായിട്ടുള്ള അറബി കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ അങ്ങനെ നെല്ല് പ്ലാന്റ് അവരോട് നടിപ്പിക്കാന്ന് പറയുന്നത്. അപ്പൊ അത് വലിയ സന്തോഷം. ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരിക്കും, നമ്മളെപ്പോഴും ദുബായിയെ കുറിച്ചും UAE കുറിച്ചും അല്ലെങ്കിൽ GCC കൺട്രീസ് മൊത്തം പറയുന്നത് മരുഭൂമിയുള്ള മണല് മാത്രമുള്ള ഒരു സ്ഥലം എന്നാണ്. പക്ഷെ ഇത് കാണുന്ന ഇവിടെ എല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞുതരാം, എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും ഏറ്റവും നന്നായിട്ട് ഗാർഡൻസും ഫാം ഹൗസും ഒക്കെ സെറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കരായ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഭരണാധികാരികളുടെ അടുത്ത് ഒരു വലിയ നന്ദി പറയണം, ഇത്രയും നല്ല റിസോഴ്സസ് നമുക്ക് തരുന്നതിന്. പക്ഷെ ഒരു സംശയം, ഇത് ഇത്രയും ആക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു മരുഭൂമിയാണ്, കാരണം ഇവിടുത്തെ മണ്ണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല. എങ്ങനെയായിരുന്നു അത്? അത് ആക്ച്വലി നെല്ലിന് വേണ്ട ചളിയാണ്. അപ്പൊ നമ്മൾ ആ വളക്കൂറിലെ മണ്ണാക്കാനായിട്ട് ഒരു 1.5-2 മാസത്തോളം ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് കാരണം നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനുള്ള കൃഷിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അവരെ മനസ്സിൽ കാണും. പക്ഷെ അതിന് വിഭിന്നമായിട്ട് നമ്മള് ഒരു ചെറിയ ഉള്ള സ്ഥലത്ത് ഒരു കേരളത്തിന്റെ തനിമ കൊണ്ടുവരാന്നുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇപ്പൊ കാരണം ചുറ്റും വാഴ അതുപോലെ എല്ലാം വെച്ച് ഒരു ചെറിയൊരു കേരളം തെങ്ങ് പോലെ ഉണ്ട്. അപ്പൊ അത് അത്രയും ഉദ്ദേശം. അപ്പൊ ഇത് ഒരുപാട് 2 മാസത്തോളം ഇതിന് മുകളിൽ വയലുണ്ടാക്കാനുള്ള ഹാർഡ് വർക്ക് ആയിരുന്നു. അവിടുത്തെ പുറത്തെ വർക്ക് കഴിഞ്ഞിട്ടും ഹൈനസിന്റെ അടുത്ത് അത് വർക്ക് കഴിഞ്ഞു. പിന്നെ പുറത്ത് വില്ലാസ് കഴിഞ്ഞിട്ടും ഇവിടെ വന്നിട്ട് വൈകിട്ട് രാത്രി ചിലപ്പോൾ 12 മണി വരെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ പരിപാടി ചെയ്യാറുണ്ട്. ഇതുപോലൊരു ഊഞ്ഞാലൊക്കെ ആടണമെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഓണക്കാലത്ത് പോകേണ്ടി വരും. സത്യം. ഈ ഒരു എക്സ്പീരിയൻസ് തന്നതിന് സുധീഷ് ഗുരുവായൂർ ചേട്ടനായിട്ട് നമ്മളൊരു വലിയൊരു നന്ദി പറയണം. കാരണം ഷാർജയിൽ വന്ന് ഒരു പാടത്തിന്റെ മുകളിലൂടെ ഊഞ്ഞാലാട്ടുന്ന ആദ്യത്തെ RJ സൈഡ് ഞങ്ങൾ മാറുന്നു. അയ്യോ പറ്റണ്ടേ?
മഴയുണ്ട്, നെല്ലുണ്ട്, കൃഷ്ണ തുളസി ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇല്ലാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു പാട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാല് ഞെട്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. കാരണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, അതും ഇവിടെ UAE ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമ്മൾ പല സമയത്തും സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒന്ന് ആലോചിക്കുക സമയം. ഏതൊരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ പോകും, അല്ലേ കിടന്നുറങ്ങും. ഇതൊന്നും അല്ലാതെ ലൈഫിന് എന്തെങ്കിലും ഒരു മീനിങ് വേണമെന്നുള്ള കാര്യത്തിന് നല്ലൊരു എക്സാമ്പിൾ ആണ് സുധീഷ് ഗുരുവായൂർ എന്ന വ്യക്തി. ശരിക്കും റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു എഫേർട്ട്. അത്യാവശ്യം നല്ല പച്ചക്കറി വേണം, പിന്നെ ഈ പാടമൊക്കെ ഒന്ന് വന്ന് കാണണം. എങ്ങനെയാ ചേട്ടാ കോൺടാക്ട് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. 055 മൊബൈൽ നമ്പർ ആണെങ്കിൽ 055 178 4828. 1784828. പിന്നെ അതുകൂടാണ്ട് സുധീഷ് ഗുരുവായൂർ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ പ്രൊഫൈലുണ്ട്. സുധീഷ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ. അപ്പൊ കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയാണ്, ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് കാണുക. അവസാനം തിരക്കാകുമോ ഞങ്ങൾ ഇപ്പോഴത്തെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ വേൾഡ് ഓഫ് ടീം വന്ന് കാണാനും ഇന്റർവ്യൂ നടത്താനും മനസ്സ് കാണിച്ചതിന് ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ഒത്തിരി ഒത്തിരി സന്തോഷമാണ്.